നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇടുക്കി ജില്ല. ഇടുക്കി രൂപീകൃതമായത് 1972 ജനുവരി 26. ഇടുക്കിയുടെ ജില്ലാ ആസ്ഥാനം പൈനാവ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ സ്പൈസ് ഗാർഡൻ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതമുള്ള ജില്ല ഇടുക്കി. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി. റെയിൽവേ ലൈൻ ഇല്ലാത്ത ഏക ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി. ഇടുക്കിയിലെ വാണിജ്യ നഗരം കട്ടപ്പന. കേരളത്തിലെ കാശ്മീർ, കിഴക്കിൻ്റെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൂന്നാർ. ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയം കണ്ണൻ ദേവൻ ടീ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നുല്ലതാണി എസ്റ്റേറ്റ്, മൂന്നാർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള പട്ടണം മൂന്നാർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ദക്ഷിണേന്ത്യയിലെ വേനൽക്കാല റിസോർട്ട് മൂന്നാർ. ചന്ദനമരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ ഏക സ്ഥലം മറയൂർ. തേക്കടിയുടെ പ്രവേശം അല്ലെങ്കിൽ തേക്കടിയുടെ ഗേറ്റ്വേ കുമളി. ഇൻഡോ സിസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി. ഇൻഡോ സിസ് പ്രോജക്റ്റ് 1963. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് വണ്ടൻമേട്. പ്രസിദ്ധമായ മുനിയറ സ്ഥിതി ചെയ്യുന്നത് മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം പദ്ധതി. ഇടുക്കിയിലെ ദേശീയ ഉദ്യാനങ്ങൾ ഇരവികുളം 1978, ആനമുടിച്ചോല 2003, പാമ്പാടുംചോല 2003, മതികെട്ടാൻ ചോല 2003. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1975. ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ എന്ന വരയാടുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തെക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടി. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി. തേക്കടി ബോട്ട് ദുരന്തം സംഭവിച്ച വർഷം 2009. അപകടത്തിൽപ്പെട്ട ബോട്ട് ജലകന്യക സംഘ്. തേക്കടി ബോട്ട് ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് ഇ മൊയ്തൂൻ കുഞ്ഞ്. ഇന്ത്യൻ ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് പാർക്ക് പുറ്റടി. ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങൾ. പെരിയാർ വന്യജീവി സങ്കേതം, ഇടുക്കി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം. ആദ്യത്തേതും വലുതുമായ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഇതിൻ്റെ മറ്റു പേരുകൾ നെല്ലിക്കഭട്ടി വന്യജീവി സങ്കേതം, തേക്കടി വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് പ്രഖ്യാപിക്കപ്പെട്ടത് 1978. ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ഏക ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇലമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ആർച്ച് ഡാം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ അണക്കെട്ടിൻ്റെ ചീഫ് ആർക്കിടെക്ട് ജോൺ
പെന്നി ക്യൂക്ക്. കേരളത്തിലെ രണ്ടാമത്തെ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട്. ഇടുക്കിയിലെ പ്രധാന നദികൾ പെരിയാർ, തലയാർ, തൊടുപുഴ. ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി, 254 ചതുരശ്ര കിലോമീറ്റർ. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള രണ്ടാമത്തെ ജില്ല ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം തേയില, ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. കൂത്തുങ്കൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന ഡാം പൊന്മുടി ഡാം. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ്. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അല്ലെങ്കിൽ ആർച്ച് ഡാം ഇടുക്കി ഡാം. കുറവൻ കുറുത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഇടുക്കി ഡാം. പ്രസിദ്ധമായ കുറവൻ കുറുത്തി ശില്പം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിൽ ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഉത്ഭവിക്കുന്നത് അഗസ്ത്യാമല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. ശ്രീ ചിത്തിര തിരുനാൾ. സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം 1940. ഏത് മലയുടെ താഴ്വാരത്തിലാണ് മൂലമറ്റം വൈദ്യുതി നിലയം സ്ഥാപിച്ചിരിക്കുന്നത്? നാടുകാണി. കേരളത്തിലെ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി, തേക്കടി, മൂന്നാർ. മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൊടുപുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം. ഇൻഡോസിസ് സംരംഭമായ കാറ്റിൽ ആൻഡ് ഓർഡർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി, 1963. ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ചേരുന്ന നദി പാമ്പാർ. എറണാകുളം ജില്ലയിലെ ഏത് വില്ലേജ് ചേർത്താണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായത്? കുട്ടമ്പുഴ. മുൻപ് പാലക്കാട് ജില്ലയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടമ്പന്നൂർ. ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ തെമൻമാരിക്കുത്ത്, തൊമ്മൻകുത്ത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം രാമക്കൽമേട്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ അല്ലെങ്കിൽ വരയാട്. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം മംഗളദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചിത്ര പൗർണമി. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ചാമ്പൽ മലയണ്ണാൻ അല്ലെങ്കിൽ ഗ്രിസിൽഡ് ജെയിൻ സ്ക്വിറൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാർ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനി. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മൂന്നാർ. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. മുതിരമ്പുഴ, നല്ലതണ്ണി, കുന്തള എന്നീ നദികളുടെ സംഗമസ്ഥാനം മൂന്നാർ.
ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. ഇടുക്കിയിലെ പദ്ധതികൾക്ക് സഹായിച്ച രാജ്യങ്ങൾ: ഇടുക്കി അണക്കെട്ട് കാനഡ, ഇന്ത്യൻ റെയർ എർത്ത് ചവറ ഫ്രാൻസ്, നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നോർവേ, കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്ക, കൊച്ചിൻ ഷിപ്പ്യാർഡ് ജപ്പാൻ, കാറ്റിൽ ആൻഡ് ഓർഡർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടി സ്വിറ്റ്സർലാൻഡ്. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ. ഒരു പ്രത്യേക ആവശ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം തേക്കടി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം തേക്കടി പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പട്ടി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്, പഞ്ചായത്ത് കുമളി. മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം 1887, പൂർത്തിയായ വർഷം 1895. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാർ പെരിയാർ ലീസ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് ഒപ്പുവച്ച വർഷം 1886 ഒക്ടോബർ 29, 999 വർഷത്തേക്ക്. പെരിയാർ ലീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവച്ചത് തിരുവിതാംകൂർ ദിവാൻ ആയ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാങ്ങിങ്ടണും തമ്മിൽ. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പിട്ട സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഈ എഗ്രിമെൻറ്റ് പുതുക്കിയ വർഷം 1970. പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് 1970 പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗൈ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് AS ആനന്ദ്. നിലവിലെ കോടതി വിധി പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് 142 അടി. ഡാം 999 എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ്. പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ആനമുടി മലനിരകളിൽ നിന്ന്. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം റിസർവ് എന്ന പേരിൽ സ്ഥാപിതമായ ദേശീയോദ്യാനം പെരിയാർ ദേശീയോദ്യാനം. പെരിയാറും മുല്ലയാറും സംഗമിക്കുന്നിടത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പള്ളിവാസൽ വൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം 1954 മുതിരമ്പുഴ. കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി അണക്കെട്ട്. മൂന്നാർ എന്ന വാക്കിനർത്ഥം 3 നദികൾ. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടളി നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം പവർ സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഉയർന്നതുമായ ഗ്രാവിറ്റി അണക്കെട്ട് ചെറുതോണി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഉത്ഭവം ശിവഗിരി കുന്നുകൾ. ഇടുക്കിയിലെ ഒരു കല്ലുകൊണ്ടുള്ള ഗ്രാവിറ്റി അണക്കെട്ട് പൊന്മുടി അണക്കെട്ട്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിൽക്കുന്ന പഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. തേയില, ഏലം, കുരുമുളക്, വാനില, ഗ്രാമ്പൂ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ: തൊമ്മൻകുത്ത്, കീഴാർകുത്ത്,
ചീയാപ്പാറ, ലക്കം, തൂവാനം. 1963 ആരംഭിച്ച കേരളത്തിലെ കന്നുകാലി പദ്ധതി മാട്ടുപ്പെട്ടി ഇൻഡോ-സിസ് പദ്ധതി. രാമക്കൽമേട് കാറ്റാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ഏക മുനിസിപ്പാലിറ്റി തൊടുപുഴ. ലോകത്ത് ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് വണ്ടൻമേട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ പാമ്പാടും പാറയിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1956. ഇന്ത്യൻ ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ICRI സ്പൈസസ് ബോർഡ് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗമായി മയിലാടും പാറയിൽ സ്ഥാപിതമായ വർഷം 1978. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള ജില്ല ഇടുക്കി. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാമക്കൽമേട് വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി രാജാക്കാട് സ്ഥിതി ചെയ്യുന്നത് പന്നിയാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മാങ്കുളം. ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടനയാണ് ഈ പഞ്ചായത്തിന് ഒപ്പം പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.